ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മധുരത്തോടു കൂടി വെക്കാൻ പറ്റിയ ഒരു നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നാരങ്ങാച്ചാർ വെക്കുമ്പോൾ മിക്കവരുടെയും പരാതിയാണ് ഭയങ്കര കയ്പാണ്, ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ കയ്പൊക്കെ മാറി കൂട്ടാൻ പറ്റുള്ളൂ. അപ്പം കയ്പില്ലാതെ എങ്ങനെയാണ് വെക്കാൻ പറ്റിയെന്ന് കാണിക്കാം. നാരങ്ങയെല്ലാം ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്, അതായത് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നാരങ്ങയൊക്കെ അച്ചാറിടുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക്. അതിന് വേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നല്ലെണ്ണ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അച്ചാറിനെല്ലാം നല്ലെണ്ണ ഉപയോഗിച്ചാണ് വെക്കുന്നത്. നല്ലെണ്ണയ്ക്കകത്ത് വെക്കുമ്പോൾ കുറേ കാലം കേട് കൂടാണ്ടിരിക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരല്പം കടുകും കൂടെ ചേർത്ത് രണ്ടും കൂടെ പൊട്ടി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചേറെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ അത് കഴിഞ്ഞ് 2 പച്ചമുളകും കൂടെ ഇട്ടൊന്ന് വഴറ്റണേ. അതെല്ലാം വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടിയുടെ പച്ച മണമൊക്കെ മാറുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാവേ. ഞാൻ ഇനി അതിലേക്കൊരു 1/4 കപ്പ് അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ച നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുരു കളഞ്ഞ് കുറച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് സിമ്മിലിട്ടൊന്ന് തിള വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഈത്തപ്പഴം എല്ലാം ഇട്ട് അതൊന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു വലിയ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ രീതിയിൽ കൂടെ അച്ചാറിടുമ്പോൾ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ നല്ല സെറ്റായി നല്ല അലുത്ത് നല്ല മധുരമായിട്ട് ഒട്ടും കയ്പില്ലാതെ നമുക്ക് നാരങ്ങ അച്ചാർ കഴിക്കാം. ഇപ്പം ഡേറ്റ്സ് ഇടാൻ താല്പര്യമില്ലാത്തവർ അതിന് പകരം പഞ്ചസാര കൂടുതലായിട്ട് ആഡ് ചെയ്താൽ മതി. ഞാൻ ഡേറ്റ്സ് ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടുമ്പോൾ നല്ലൊരു മിക്സ്ഡ് അച്ചാർ ആണേ. ഈ രീതിയിൽ കൂടെ അച്ചാർ ഇട്ട് വിടുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ അച്ചാർ കൊടുത്തു വിടണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഒത്തിരി പഴകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കയ്പ്പ് മാറാനായിട്ട് ഒരു 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ നല്ല മധുരം എല്ലാം കൂടെ അതിലേക്ക് അലുത്തിറങ്ങിയിട്ട് നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല.